ഹായ് ഹലോ. പത്തരമാറ്റിലെ ഇന്നത്തെ എപ്പിസോഡിലെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒടുവിൽ ജലജ സത്യം കണ്ടുപിടിക്കുന്നതും ട്രെയിനിങ്ങിന് ഇടയിലേക്ക് നന്ദുവിനെ കാണാനായി അനി വരുന്നതുമാണ്. വീഡിയോക്കുള്ളിൽ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കൂട്ടുകാരെ. അങ്ങനെ ജലജ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പൂജാരിയെ കണ്ടതും ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇയാൾ എന്ത് പൂജ ചെയ്താലും എനിക്കത് ഗുണമായിട്ട് വരുന്നില്ല. എന്നിട്ട് പിന്നെയും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പൂജാരി പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് വന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ വന്നത്. എന്നിട്ട് ദക്ഷിണ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് 100 രൂപ ഉണ്ട് എന്ന്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, സാധാരണ 5ഉം 10ഉം ആണല്ലോ തരുന്നത്, ഇത് 100 രൂപ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അന്നേരം പൂജാരി ചോദിക്കുന്നുണ്ട്, എന്താ ചില്ലറ വേണോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഇത് തിരുമേനിക്ക് തന്നെ ഉള്ളതാ എന്ന് പറയുന്നുണ്ട്. പിന്നെ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി ഈ അമ്മയും മരുമകളും ഒന്നിച്ചാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, രണ്ടാളും രണ്ടായിട്ടാണ് വന്നത്. ആദ്യം അമ്മ വന്നു, പിന്നെ മരുമകള്. പിന്നെ ജലജ ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് നയനയുടെ അമ്മ കനക ഇവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ആ സമയത്ത് ഇല്ലായിരുന്നു, പിന്നെയാണ് വന്നത്. ജലജ പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയും മരുമകളും ഒന്നിച്ച് വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതിനെന്താ കുഴപ്പം? അവരൊരുമിച്ചല്ലേ വരേണ്ടത്. ഇപ്പോൾ തന്നെ മരുമകളുടെ പേരിൽ അമ്മ അർച്ചന കഴിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതായത് ദേവേടത്തി നയനയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചിട്ടുണ്ട് അല്ലേ? നയന മകയിര എന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട്, അതെന്തൊരു ചോദ്യം, അർച്ചന കഴിപ്പിച്ചത് ഞാനല്ലേ, പിന്നെ അതിൽ എനിക്ക് സംശയമുണ്ടാകുമോ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അമ്മ മരുമകളുടെ പേരിൽ അർച്ചനയും വഴിപാടുമൊക്കെ കഴിപ്പിക്കുന്നുണ്ട് അല്ലേ? അന്നേരം പൂജാരി പറയുന്നുണ്ട്, ഇത് നേരത്തെയും കഴിപ്പിക്കാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അപ്പോൾ ഇത് നേരത്തെ തുടങ്ങിയതാണ് അല്ലേ? അത് കേട്ട് പൂജാരി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, അതും ദൈവത്തിന്റെ മുന്നിൽ വെച്ച്? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ ഇനി ഒന്നും ചോദിക്കുന്നില്ല, കിട്ടേണ്ടതൊക്കെ കിട്ടി. എന്നിട്ട് ദേവിയോട് പറയുന്നുണ്ട്, ഭഗവതി ദേവി നീ സത്യമുള്ളവളാ. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന അനാമികയുടെ അടുത്തെത്തി പറയുന്നുണ്ട്, പിടിച്ചു മോളെ പിടിച്ചു. അത് കേട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അനാമിക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അമ്മയും മരുമകളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, അവര് നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു ഇതുവരെ. ഒരു വീടിനകത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. പക്ഷേ ഇനി വിഡ്ഢിയാകാൻ പറ്റില്ല. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, കൊള്ളാലോ, അവൾ എന്നെ ഒരുപാട് കൊച്ചാക്കിയിട്ടാണ് പോയത്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൊച്ചാക്കലിന്റെ ശക്തി കൂടും മോളെ, കാരണം അമ്മ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ബലം കൂടില്ലേ? അതുകൊണ്ടാണ് ആദർശിനെ ഒരു തെറ്റായ ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾ പൊറുത്തത്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലല്ലോ. ഏതായാലും മോള് കാറിൽ കയറ്, നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് ജലജ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും കൂട്ടുകാരും ട്രെയിനിങ് ചെയ്യുന്നതാണ്. ട്രെയിനർ ആണെങ്കിൽ നന്ദുവിന് എക്സ്ട്രാ വർക്കൊക്കെ കൊടുത്ത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു ആകെ ടയേർഡാണ്. എന്നിട്ട് നന്ദു കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ട്രെയിനർ വന്ന് നന്ദുവിനെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് 4-5 കിലോമീറ്റർ നടക്കണമെന്ന്. അത് കേട്ട് നന്ദു ആകെ വിഷമിക്കുന്നുണ്ട്. 4-5 കിലോമീറ്റർ പോയിട്ട് ഒരു 1/2 കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ നന്ദു ഉള്ളത്. പക്ഷെ ആ ട്രെയിനറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതിനാൽ നന്ദുവും നടക്കുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നന്ദു തളർന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ബൈക്ക് വരുന്നുണ്ട്. ബൈക്കിൽ മറ്റാരുമല്ല, നമ്മുടെ അനിയാണ്. നന്ദുവിനെ കണ്ടതും അനിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നാൽ നന്ദുവിനാണെങ്കിൽ വല്ലാത്ത പേടിയാണ്. ഇതിപ്പോൾ ട്രെയിനർ കണ്ടാൽ പ്രശ്നമാകുമല്ലോ എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, അനി നീ എന്താ ഇവിടെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, നീ നല്ല ടയേർഡാണല്ലോ. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്നെ ദ്രോഹിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ട്രെയിനർ ഇത് കണ്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരായത്? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇത് എൻ്റെ റിലേറ്റീവ്സ് ആണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ട്രെയിനിങ് സമയത്ത് തിരിഞ്ഞു നിന്ന് വഴിപോക്കരോട് സംസാരിക്കുകയാണോ? അത് കേട്ട് നന്ദു പറയുന്നുണ്ട്, എനിക്ക് വയ്യ സാർ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പോയതാണ്. അത് കേട്ട് ട്രെയിനർ പറയുന്നുണ്ട്, അങ്ങനെ തളർച്ചയുള്ളവർക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാം, ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല. നിന്റെ കാര്യത്തിൽ നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കേട്ട് അനിയും പറയുന്നുണ്ട്, സാറേ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്,
അപ്പോൾ അയാൾ പറയുകയാണ്, എന്നാൽ നീ അവളെ കൊണ്ടുപോയി ക്ഷീണം മാറ്റുകയെന്ന്. എന്നിട്ട് അനിയെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, വീണ് പറഞ്ഞ ആ തല തെറിച്ച പയ്യൻ ഇവനാണെന്ന് തോന്നുന്നു. എന്നിട്ട് എന്താ നിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അനി എന്ന്. എന്നിട്ട് ട്രെയിനിൽ നന്ദുവിനെയും വിളിച്ചു പോകുന്നുണ്ട്. അത് നോക്കി നിൽക്കുന്ന അനി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൾക്ക് ഇവിടെ വലിയ കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ അവൻ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദുവും നടക്കുന്നതിനിടയിൽ തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ അനിയെയും നോക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.